കാസർഗോഡ് സ്വദേശികളായ രണ്ടുപേരുടെയും മൃതദേഹം സംസ്കരിച്ചു. തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹമാണ് ആദ്യം എത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം എളമ്പച്ചി സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ചേർക്കള സ്വദേശി രഞ്ജിത്തിന്റെ സംസ്കാരം കുടുംബ ശ്മശാനത്തിലായിരുന്നു. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഫീഖ്, പ്രിയപ്പെട്ടവർക്ക് നാട് വിട നൽകിയോ? അപകടത്തിൽ മരിച്ച രണ്ട് കാസർഗോഡ് സ്വദേശികളുടെയും മൃതദേഹം സംസ്കരിച്ചു. 7:55 കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം കാലിക്കടവിലെത്തിച്ചത്. കാലിക്കടവിൽ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അടുത്ത ബന്ധുക്കൾ അവസാനമായി ഒന്ന് കണ്ടതിന് ശേഷം സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. 8:30 രഞ്ജിത്തിൻ്റെ മൃതദേഹം ചെർക്കള കുണ്ടടുക്ക് വീട്ടിലെത്തിച്ചത്. വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അയൽ വീട്ടിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. 8:30 പൊതുദർശനം ആരംഭിച്ചു. അല്പസമയം മുൻപാണ് വീട്ടിലേക്ക് മാറ്റി. വീട്ടിൽ അടുത്ത ബന്ധുക്കൾ മൃതദേഹം അവസാനമായി ഒന്ന് കണ്ടതിന് ശേഷം കുടുംബ ശ്മശാനത്തിൽ സംസ്കരിച്ചത്. കാസർഗോഡ് ജില്ലാ കളക്ടർ, MLA മാർ, MP അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കം 100 കണക്കിന് പേരാണ് രണ്ട് വീടുകളിലും ഇവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി എത്തിയത്. അതോടൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കാളികളായത്. രണ്ടുപേരുടെയും മൃതദേഹം ഇന്ന് രാത്രി തന്നെ സംസ്കരിക്കാൻ ആയിരുന്നു കുടുംബങ്ങളുടെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കുടുംബങ്ങളുടെയും തീരുമാനപ്രകാരം കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹവും അതോടൊപ്പം തന്നെ രഞ്ജിത്തിൻ്റെ മൃതദേഹവും സംസ്കരിച്ചു. വലിയ രൂപത്തിൽ സങ്കടം തളം കെട്ടി നിന്ന ഒരു അവസ്ഥയായിരുന്നു ഇരു വീട്ടിലും ഉണ്ടായിരുന്നത്.